ഹലോ ഫ്രണ്ട്സ്, നാട്ടിൽ ചെന്നിറങ്ങിയ മണിക്കൂറുകളായിട്ടുള്ള ഈ വീടിൻ്റെ ഹൗസ് വാമിങ് ഇന്ന് നടത്താനിരിക്കുകയാണ്. അവരപ്പോൾ അതിൻ്റെ ജെയ്സൺ ചിരിച്ചോണ്ട് പെരയുടെ മുകളിൽ കയറിയിരിക്കുന്നുണ്ട്. അതാണ് ആ വീടിൻ്റെ ഗൃഹനായകൻ. നിങ്ങളെ ഒന്ന് ചെറുതായിട്ട് പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോഴത്തേക്കും ഇതാണ്ട് ഗൃഹനായികയെ കൂടെ കാണിക്കണ്ടേ അല്ലേ? കണ്ടോ എന്ത് സന്തോഷമായിട്ടായിരിക്കുന്നത്. ഇന്ന് ആർക്കും വീട്ടിലേക്ക് സ്വാഗതം എന്നുള്ള മട്ടിലാണ്. ഏതൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു സ്വന്തമായിട്ടൊരു വീട് അല്ലേ? അത് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, അതിൻ്റെ സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക കരുണയുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. അതിനകത്ത് കയറി താമസിക്കുക എന്ന് പറയുന്നത് അതിലും വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ അവരുടെ ആജീവനാന്ത പരിശ്രമം എന്നൊക്കെ പറയില്ലേ, അതങ്ങനത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് അവരൊരു വീടങ്ങ് പണിതു. ആ വീട് പണിതപ്പോൾ നമ്മുടെ ഒരു ഭാഗ്യം നോക്കണേ, ലോട്ടറി അടിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് ചെന്നിറങ്ങി അന്ന് തന്നെ നമ്മളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ഹൗസ് വാമിങ് നടത്താനായിട്ട് അവർ റെഡിയായി. ഇനി നമ്മളെ ഈ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് എൻ്റെ നെഫ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത് ലിഫ്റ്റ് തരാമെന്ന്. പക്ഷേ പുള്ളി വന്നിട്ടില്ല. വട്ടി വെക്കുന്നോടത്ത് കോട വെക്കുന്ന ആളല്ല കേട്ടോ. അത് നമുക്ക് പതുക്കെ പറയാവേ. ഇപ്പോൾ ലാൻഡ് ചെയ്തിട്ടുള്ള 2 മണിക്കൂറേ ആയിട്ടുള്ളൂ. എന്തായാലും വരുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ കാത്തിരിക്കാം. നമ്മുടെ പ്രതീക്ഷ തെറ്റിയില്ല. ഇതാണ്ട് ലിഫ്റ്റിനുള്ള ആൾ വന്നു. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വണ്ടിയെ കയറി അങ്ങനെ അരണ്ട വെളിച്ചത്തിൽ ഈ വീട്ടിലേക്ക് ചെന്ന് കയറുകയാണ്. അങ്ങോട്ട് ചെന്ന് കയറുമ്പോഴത്തേ നക്കും മൊത്തം അറിയാമല്ലോ, പരിചയം പൊക്കൾ 1-2 വർഷമായിട്ട് കാണുന്നതല്ലേ എല്ലാവരെയും. അങ്ങനെയുള്ള എല്ലാവരും നമ്മുടെ ലിപ്സ്റ്റിക്കും പൗഡറും കൊണ്ടുപോകും കേട്ടോ. അതൊക്കെ ആണെങ്കിൽ കയറി കൊടുത്തുനിന്ന് ഒരൊറ്റയടി മുമ്പോട്ട് നീങ്ങിയിട്ടില്ല. ഞാൻ എൻ്റെ കണ്ണ് മുഴുവൻ ഫുഡ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിലാണ്. പക്ഷെ ഇതുവരെ കണ്ടുപിടിച്ചില്ല. ആൽഫിയാണെങ്കിൽ ജെയ്സിനെ അങ്ങോട്ട് സൂപ്പിച്ച് തള്ളി മറിച്ചിടുകയാണ് കേട്ടോ. ക്ഷീണിച്ചു പോയി, വീട് നല്ലതാണ് എന്ന് വേണ്ട. മലയാളം ഡിക്ഷണറിയിൽ എന്തൊക്കെ പദങ്ങളുണ്ടോ അതൊക്കെ വളരെ സരസമായിട്ട് അങ്ങോട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു വശത്ത് അങ്ങനെ തകൃതിയായിട്ട് നടക്കുമ്പോഴത്തേക്കും ഇതാണ്ടേ പിള്ളേരിങ്ങി വന്നു. ഇതാണ് ന്യൂ ജനറേഷൻ. ഉണ്ടായ ഉടനെ കൊച്ചു പോയതാണ് കേട്ടോ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര പരിചയം പുതുക്കലാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ ന്യൂ ജനറേഷൻ എന്താണെന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ നായിക ഇങ്ങ് ഓടി വന്നു. എന്താണെന്നോ, എൻ്റെ വീടിൻ്റെ ഹൗസ് വാമിങ് ഒന്നും അല്ല എന്ന മട്ടിലാണ് പുള്ളിക്കാരി. എന്തായാലും വേണ്ടിയില്ല, എൻ്റെ ഫോട്ടോ 10 പേര് കാണണമെന്നും പറഞ്ഞ് ആ ഫോട്ടോയ്ക്ക് അങ്ങോട്ട് നിന്നു. അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരെപ്പോഴാണ് നമ്മളെ ഫുഡിന് കൊണ്ടുവന്നതെന്ന്. ഇതുവരെ ഒരനക്കവുമില്ല കേട്ടോ. അങ്ങനെ കയ്യും കെട്ടി നിൽക്കുന്നവർ, അതെങ്ങനെ വർത്താനം പറയുന്നവർ, അതങ്ങനെ അയ്യോ പാവം മേരിമ ചേച്ചിയാണെങ്കിൽ ഇപ്പം നക്കി തിന്നും. ഇതുകൊണ്ടോ ന്യൂ ജനറേഷൻ്റെ ഒരു സ്നേഹമേ. അങ്ങനെ എല്ലാവരുടെയും പരിചയം പുതുക്കൽ ഇങ്ങനെ പട്ടിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വിശപ്പിൻ്റെ വിളി ആരും അറിയുന്നില്ല. അങ്ങനെ അവരോടെല്ലാം നമ്മൾ സഹകരിച്ചില്ല എന്നുള്ള മട്ടിൽ നിൽക്കും. ഇതാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്ത. ചെറുപ്പകാലത്ത് 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒന്നിച്ച് പഠിച്ച വീരസാഹസിക കഥകൾ അവരെങ്ങനെ ഭാര്യമാരുടെ മുമ്പിൽ നിരത്തുകയാണ്. പന്ത് കളിച്ചതും വട്ട് കളിച്ചതും ഓടി കളിച്ചതും ഒക്കെ. ഞാൻ എൻ്റെ ഭർത്താവ് ഇത്ര വലിയ പുള്ളിയായിരുന്നോ എന്ന മട്ടിലാണ് ഭാര്യമാർ അവരെയൊക്കെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് നോക്കിക്കേ. തള്ളി മറിച്ചിടുകയാണ് കേട്ടോ. പക്ഷേ ഡിസേർട്ട് കഴിക്കാനൊന്നും ആരും മറക്കുന്നില്ല. തള്ളി മറിക്കുന്നവർ തള്ളി മറിക്കട്ടെ എന്നുള്ള മട്ടിലാണ്. ഭക്ഷണമാണല്ലോ ഏറ്റവും വലിയ. അവനവൻ്റെ ആരോഗ്യം കഴിഞ്ഞിട്ടേ ബാക്കിയെല്ലാം ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ മേരിമ ചേച്ചി ഫോസൊക്കെ ചെയ്ത് നിൽക്കുകയാണ്. എൻ്റെ ഫോട്ടോ എത്ര വേണേലും പിടിച്ചു എന്നുള്ള മട്ടില്ല. അപ്പോഴും നമ്മുടെ വീരസാഹസിക ചേട്ടന്മാരങ്ങനെ സൂചിപ്പിക്കുകയാണ്. ഇത് ഭാര്യമാരുടെ മുമ്പിലേ ആളാകാൻ കിട്ടുന്ന ഒരു സമയമല്ലേ, അത് ആരെങ്കിലും വിട്ട് കളയുമോ അല്ലേ? അങ്ങനെ അതവിടെ ഒരു വശത്ത് നടക്കുകയാണ്. എനിക്ക് മനസ്സിലായി ഇവരുടെ കൂടെ നിന്നിട്ട് ഒരു കാര്യവും ഇല്ലെന്ന്. അപ്പം ഞമ്മനുണ്ടല്ലോ, എന്തായാലും സദേൺ കാറ്ററിംഗുകാരെ അങ്ങ് കണ്ടുപിടിച്ചു. അവരുടെ ഫുഡായിരുന്നു കേട്ടോ. വെറൈറ്റി ഫുഡുകളുണ്ട്, വെറൈറ്റി ചായയുണ്ട്, കാൻറ്റമൻ ചായ, പിന്നെന്താ ബട്ടർഫ്ലൈ, അങ്ങനെ പോകുന്നു. അതിൻ്റെ നേരെ ഇതുണ്ടോ മസാല ദോശ. ചേട്ടൻ എന്നെ നോക്കുന്നില്ല എന്ന് മട്ടില്ല. എന്നാൽ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വെച്ചു. അപ്പോൾ കൂട്ടത്തിൽ വന്നിരിക്കുന്നവരുടെ കാര്യത്തിനൊന്നും ഒരു തീരുമാനമില്ല. അപ്പം ഞങ്ങൾ 4 പേർക്കും കഴിക്കാനുള്ള മസാല ദോശയ്ക്ക് അങ്ങോട്ട് ഓർഡർ ചെയ്തു. കാരണം ഇനി താമസിച്ചാലേ വിശപ്പിൻ്റെ വെളി കണ്ട് ഇപ്പോഴും ആലോചിക്കുന്നുള്ളൂ ഭാര്യയും ഭർത്താവും. ഇതുവരെ വീട്ടിൽ നേരമൊന്നും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും ഫുഡുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ മസാല ദോശക്കാരൻ ചേട്ടനോട് പറഞ്ഞു ഞങ്ങൾക്ക് 4 മസാല ദോശ അങ്ങോട്ട് റെഡിയാക്കിയേക്കാവോ എന്ന് ചോദിച്ചു. ചേട്ടനൊരു മടിയും കൂടാതെ ചൂടുള്ള മസാല ദോശയിലേക്ക് കിഷെന്നും പറഞ്ഞങ്ങോട്ട് ദോശ കോരി ഒഴുക്കിച്ചു. അതിനകത്തോട്ട് മസാല അങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ. കണ്ടോ എന്താ ആവി വറക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ മസാലയൊക്കെ വെച്ചത് വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് ചേറിനൊന്നും ഒരു പഞ്ഞവും ഇല്ല. എല്ലാവരും വീട്ടിൽ പോയി. പിന്നെ നമ്മളാണ് അവസാനം പാത്രം കഴുകുകയാണ് കേട്ടോ.
മസാല ദോശ മാത്രമല്ല, കപ്പ, മീൻ, ബിരിയാണി, ഓംലെറ്റ് എന്ന് വേണ്ട അതിൻ്റെ നേരെ അങ്ങനെ ഒരു വശത്തുണ്ട്. വേണ്ടതൊക്കെ കഴിച്ചോ, തീർന്നതൊക്കെ സ്ഥലത്തുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ട് കാര്യമില്ല, അവിടെ പഞ്ഞമായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ആക്രാന്തവും തീറ്റയും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും പറയണ്ട. അപ്പോഴത്തേക്കും നമ്മുടെ ഗൃഹനായിക അടുത്ത വിശേഷങ്ങളുമായിട്ട് വന്നു. വീട് എങ്ങനെയുണ്ട്, ഹൗസ് ഫുഡ് എങ്ങനെയുണ്ട്, ഡെക്കറേഷൻ എങ്ങനെയുണ്ട്. ആൽഫി അങ്ങ് സുഖിപ്പിച്ച് മരിക്കുകയാണ് കേട്ടോ. അയ്യോ, ഭക്ഷണം കൊണ്ട് അങ്ങ് തൊണ്ട വരെ നിറഞ്ഞു. ഇനിയിപ്പോൾ വർത്താനം എന്ന് പറഞ്ഞു വീട്ടിലേക്ക് പോകാമല്ലോ. കണ്ടോ, കൊച്ചിനെ ഇപ്പോഴാണ് തേടി പിടിച്ചുകൊണ്ട് വരുന്നത്. കൊച്ചിനും കാര്യമായ വിശപ്പുണ്ട്, നല്ല തട്ടുന്നുണ്ട് കേട്ടോ. ഇവരെല്ലാം കുടുംബത്തോടെ അവിടെ നിന്ന് പോകുന്നതാണെന്ന് തോന്നുന്നു വിശന്ന്. അപ്പോഴത്തേക്ക് അവസാന ഘട്ടത്തിനുള്ള സമയമായി. ഞാൻ എന്തായാലും ഡിസേർട്ടും കഴിച്ച് നല്ലൊരു ചിരിയൊക്കെ ചിരിച്ച ഏറമ്പൊക്കവും വിട്ട് വീട്ടിൽ പോകാനായിട്ട് ബാഗൊക്കെ റെഡിയാക്കുകയാണ്. വന്ന പടിയാണ്, വന്ന പെട്ടി പോലും പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ആയിക്കോട്ടെ, ഇനി അടുത്ത വിളിക്ക് കാതോർത്തിരിക്കുകയാണ്.